തിങ്ക് ലേണേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്ക് ഫ്യൂച്ചർ സ്റ്റാർട്ട് ലേണിംഗ്. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും തിങ്ക് ലേണേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC പരീക്ഷയ്ക്ക് അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുമാണ്. തിങ്ക് ലേണേഴ്സിന്റെ വീഡിയോ ക്ലാസ്സിലൂടെ 8, 9, 10 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിലെ ഓരോ ടോപ്പിക്കും അതിൽ വരുന്ന പ്രധാന ചോദ്യങ്ങളും മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഇനി ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവതരിപ്പിക്കുന്നു. പണ്ടെന്നോ പഠിച്ചു മറന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ തിങ്ക് ലേണേഴ്സിന്റെ ഈ വീഡിയോ ക്ലാസ്സുകൾ സഹായകമാവും. തിങ്ക് ലേണേഴ്സിന്റെ ക്ലാസ്. വെൽക്കം ടു തിങ്ക് ലേണേഴ്സ്. ഈ വീഡിയോ സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി അഥവാ രസതന്ത്രത്തിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഖിൽ പുളിമാത്ത്. ഏകദേശം 5 വർഷത്തിലധികമായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SCERTയുടെ 9ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. മത്സര പരീക്ഷകളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആറ്റം. ഏകദേശം എല്ലാ പരീക്ഷയ്ക്കും തന്നെ ആറ്റം എന്ന ഭാഗത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു കാണാറുണ്ട്. ഈ ക്ലാസ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ ഭാഗത്ത് ടോപ്പിക് ഡിസ്കസ് ചെയ്യുകയും തുടർന്ന് 2ാം ഭാഗത്ത് ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ടോപ്പിക് ഡിസ്കഷനിലേക്ക്, അല്ലെങ്കിൽ എന്താണ് എന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യതയോടുകൂടി മനസ്സിലാക്കി വെക്കുന്നു. അതിനുശേഷം അതിൽ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നുമാണ് നമ്മൾ ഈ സെക്ഷനിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഓരോന്നും എന്താണ് എന്ന് മനസ്സിലാക്കാം. എന്താണ് ആറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ കണികയെ വിളിക്കുന്ന പേരാണ് ആറ്റം. BC 6ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ജീവിച്ചിരുന്ന കണാദ മുനിയാണ് പ്രപഞ്ചത്തിൽ സർവവും നിർമ്മിച്ചിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത്. ആ കണങ്ങളെ അദ്ദേഹം വിളിച്ച പേരാണ് പരമാണു. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചതും ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്കൽ മോഡൽ ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, പരമാണു എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വച്ചത് കണാദ മുനിയാണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. പക്ഷേ ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്കൽ മോഡൽ ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് J.J. തോംസൺ കണ്ടുപിടിച്ചു. ഇതിനെ ഇലക്ട്രോണുകൾ എന്ന് അദ്ദേഹം വിളിച്ചു. ആറ്റം വൈദ്യുതപരമായി ന്യൂട്രൽ ആണെന്ന് J.J. തോംസൺ സ്ഥാപിച്ചു. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ആവിഷ്കരിച്ചതും J.J. തോംസൺ ആണ്. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് 1897 J.J. തോംസൺ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം, ഇലക്ട്രോൺ കണ്ടുപിടിച്ചു, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ അദ്ദേഹം ആവിഷ്കരിച്ചു. 1911 ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ റൂദർഫോർഡ് പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ കണ്ടെത്തി. ഇവയെ പ്രോട്ടോണുകൾ എന്ന് അദ്ദേഹം വിളിച്ചു. സൗരയുധ മാതൃക ആവിഷ്കരിച്ചതും റൂദർഫോർഡാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് 1911 റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം, പ്രോട്ടോൺ കണ്ടെത്തി, സൗരയുധ മാതൃക കണ്ടെത്തി. 1932 ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടുപിടിച്ചു. 1932 ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആറ്റത്തിലെ പ്രധാനപ്പെട്ട 3 കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവ. ഇവയുടെ ചാർജുകൾ ഓർത്തിരിക്കണം. ഇവയുടെ ചാർജുകൾ എങ്ങനെ ഓർത്തിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കണം അല്ലെങ്കിൽ ആദ്യത്തെ കണം എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ പിയിൽ തുടങ്ങുന്നു. പിയുടെ നേരെ പി തന്നെ സമാനമായി വരുന്നു പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഓർക്കാം പി പ്രോട്ടോൺ പോസിറ്റീവ്. രണ്ടാമത്തത് ഇലക്ട്രോൺ. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ
അടുത്തത് നെഗറ്റീവ് ആണ് എന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. മൂന്നാമത്തത് ന്യൂട്രോൺ. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണെങ്കിൽ മൂന്നാമത്തത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് ചാർജ് ഇല്ലാതെയാവുന്നു. അപ്പോൾ ഓർത്തെ, പ്രോട്ടോൺ പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്, ന്യൂട്രോൺ ചാർജ് ഇല്ല. ഇനി ഇത് കണ്ടുപിടിച്ച ആൾക്കാരെ ഓർക്കാൻ വേണ്ടി ഒരു കോഡുണ്ട്. പൊതുവെ നമ്മൾ എല്ലാവരും പരീക്ഷ എഴുതാൻ ഉപയോഗിക്കുന്നതാണ് പേന, പെൻ. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം പെൻ. ഏകദേശം നമ്മളിൽ 50% മുകളിൽ ആൾക്കാരും പരീക്ഷയ്ക്ക് എത്തുന്നത് KSRTC ബസ്സിലാണ്. അപ്പം അതിൻ്റെ അവസാനത്തെ 3 അക്ഷരം RTC നമുക്ക് ഓർത്തിരിക്കാം. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ കോഡ്, പെൻ RTC. പക്ഷേ അത് എഴുതുന്നതിന് ഒരു രീതിയുണ്ട്. പിയുടെ താഴെ R എഴുതുക, ഇയുടെ താഴെ T എഴുതുക, എന്നിൻ്റെ താഴെ C എഴുതുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി പ്രോട്ടോണിനെ സൂചിപ്പിക്കുന്നു, ഇ ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്നു, എൻ ന്യൂട്രോണിനെ സൂചിപ്പിക്കുന്നു. പിയുടെ നേരെയുള്ള R റൂദർഫോർഡിനെ സൂചിപ്പിക്കുന്നു. ഇയുടെ നേരെയുള്ള T JJ തോംസനെ സൂചിപ്പിക്കുന്നു, തോംസൺ എന്ന് സൂചിപ്പിക്കുന്നു. എന്നിൻ്റെ നേരെയുള്ള C ചാഡ്വിക്കിനെ സൂചിപ്പിക്കുന്നു. നമുക്ക് പൂർണ്ണമായ പേര് അറിയണമെന്നില്ല, ഓപ്ഷനിൽ നിന്ന് യഥാർത്ഥ ഉത്തരം കണ്ടെത്തിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കോഡ് പെൻ RTC. ആറ്റത്തിന് വ്യക്തമായ ഒരു മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ ആണ്. ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നീൽസ് ബോർ ആറ്റം മാതൃക തയ്യാറാക്കിയത്. ആറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ ചെറുതാണ്. ന്യൂക്ലിയസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഏകദേശം 10⁻⁻5 മടങ്ങ് കുറവാണ് എന്ന് പറയാം. ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളെ ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആറ്റത്തിന് മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ ആണ്. അതായത് ആറ്റത്തിൻ്റെ മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ആറ്റത്തിന് ചുറ്റാകെയുള്ള വൃത്താകാരമായ പാതയിൽ അല്ലെങ്കിൽ ഷെല്ലിൽ ഇലക്ട്രോൺ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയെ ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് വിളിക്കുന്നു. ആറ്റത്തിലെ ഷെല്ലുകൾ K, L, M, N എന്നിങ്ങനെയാണ്. ഇവയെ ഊർജ നിലകൾ എന്നറിയപ്പെടുന്നു. K, L, M, N എന്നീ ഷെല്ലുകളെ യഥാക്രമം 1, 2, 3, 4 എന്നിങ്ങനെ നമ്പറുകൾ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പൊ Kക്ക് നേരെ 1, Lന് നേരെ 2, Mന് നേരെ 3, Nന് നേരെ 4. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം 2n² എന്നാണ്. ഇവിടെ n എന്ന് പറയുന്നത് ഷെല്ലിന് സമാനമായ നമ്പറിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് K എന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? 2n² എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാവും? 2 × 1² ഉത്തരം 2. L എന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. 2n² എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ 2 × 2² 4, 4ന് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 ആണ് ഉത്തരം. അടുത്ത M ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, ഉത്തരം 18. N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം 2n² എന്നിൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കുക, ഉത്തരം 32. K ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, Lൽ 8, Mൽ 18, Nൽ 32. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അഥവാ ഷെൽ. ഈ ഷെല്ലുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് K, L, M, N എന്നിങ്ങനെയാണ്. ഇതിനെ 1, 2, 3, 4 എന്നീ നമ്പറുകൾ കൊടുത്തും സൂചിപ്പിക്കുന്നു. K ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. Lൽ ഉൾക്കൊള്ളുന്നത് 8,
എമ്മിൽ ഉൾക്കൊള്ളുന്നത് 18, എന്നിൽ ഉൾക്കൊള്ളുന്നത് 32. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യമാണ് 2n². ഇനി നമ്മൾ പഠിക്കേണ്ടത് ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും ഒരേപോലെ ആയിരിക്കും. ഇനി അടുത്ത നമുക്ക് ഈ ഓരോ കണങ്ങളുടെയും ഭാരം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പൊതുവെ ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾക്കാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂട്രോണിന്റെ ഭാരം 1.676 × 10⁻⁻27 കിലോഗ്രാം. പ്രോട്ടോണിന്റെ ഭാരം 1.672 × 10⁻⁻27 കിലോഗ്രാം. ഇലക്ട്രോണിന്റെ ഭാരം 9.1 × 10⁻⁻31 കിലോഗ്രാം. ഇവിടെ പൊതുവെ ഒരു ചോദ്യം ചോദിച്ചു കാണാറുണ്ട്, ഭാരം കൂടിയത് ആർക്കാണ്? അപ്പൊ നമ്മൾ ഇവിടെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നോക്കും 10⁻⁻27, 10⁻⁻27, 10⁻⁻31. ഓർക്കുക, നെഗറ്റീവ് സംഖ്യകളിൽ വാല്യൂ ഏറ്റവും കുറഞ്ഞതാണ് വലുത്. അപ്പോൾ ഇവിടെ വലുത് -27 ആണ്. ഇനി നമ്മൾ സംഖ്യകളെ വെച്ച് നോക്കുക. 1.676 1.672. ഇവിടെ വലുത് 1.676 ആണ്. അപ്പോൾ ഏറ്റവും ഭാരം കൂടിയത് ന്യൂട്രോണിനാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഭാരം കുറഞ്ഞത് ഇലക്ട്രോണിനാണെന്ന് പറയാം. ഇനി നമ്മൾ നോക്കുന്നു, എന്താണ് അറ്റോമിക നമ്പർ? ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് അറ്റോമിക നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞു, ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായിരിക്കും. അപ്പൊ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ഇനി അടുത്ത നോക്കുന്നത് മാസ് നമ്പറിനെ പറ്റിയാണ്. അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തിന്റെ ആകെ തുകയെ വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ. അപ്പൊ എന്താണ് മാസ് നമ്പർ? പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും എടുത്തിട്ട് ഇവ രണ്ടും കൂടെ കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? മാസ് നമ്പർ എന്ന് വിളിച്ചത്. അപ്പോൾ ഒരാറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തിന്റെ ആകെ തുകയെ വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളെ ഒന്ന് തറവാക്കി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു ചെറിയ നോട്ട്ബുക്കിലേക്ക് ഇതിനെ പകർത്തി എഴുതി വെച്ചിരുന്നാൽ വളരെ എളുപ്പമായിരിക്കും ഇനിയുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടെ ഓട്ടിച്ചു നോക്കാം. ആദ്യമായിട്ട്, എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ കണികയെ വിളിച്ച പേരാണ് ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അതിനു മുന്നേ തന്നെ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചു കനാദ മുനിയാണ്. ആറ്റത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. അടുത്തത്, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. അത് ഓർത്തിരിക്കാനുള്ള കോഡ് പെൻ RTC. ഇനി നമ്മൾ പഠിച്ചു പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഒന്നുമില്ല. അടുത്ത നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് 1897 ജെ തോംസൺ, ഡിസ്ചാർജ് ട്യൂബ്, ഇലക്ട്രോൺ, പ്ലം പുഡിംഗ് മോഡൽ. അടുത്ത ഓർക്കേണ്ടത് 1911 റൂദർഫോർഡ്, ഗോൾഡ് ഫോയിൽ പരീക്ഷണം, പ്രോട്ടോൺ, സൗരയുധ മാതൃക. 1932 ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത്. ഇനി ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇവയെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്നത്. ആറ്റത്തിന് വ്യക്തമായ ഒരു മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റത്തിന് ചുറ്റാകെയുള്ള വൃത്താകാരമായ പാതയെ വിളിച്ച പേരാണ് ഓർബിറ്റ് അഥവാ ഷെൽ. ഈ ഷെല്ലുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത്
കെ, എൽ, എം, എൻ എന്നിങ്ങനെയാണ്. ഇവയെ 1, 2, 3, 4 എന്നീ നമ്പറുകൾ കൊണ്ടും സൂചിപ്പിക്കുന്നു. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം 2n² ആണ്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32 എന്നിങ്ങനെയാണ്. ഇനി നമ്മൾ പഠിച്ചു എന്താണ് അറ്റോമിക നമ്പർ എന്ന് പഠിച്ചു. ഒരാറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിക നമ്പർ. അതായത് പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും എപ്പോഴും തുല്യമായിരിക്കും. അടുത്ത നമ്മൾ പഠിച്ചു മാസ് നമ്പർ. ഒരാറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ എണ്ണം കൂട്ടുന്നതാണ് മാസ് നമ്പർ. അടുത്ത നമ്മൾ കണ്ടു ഏറ്റവും ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്, ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം ചോദ്യം കാണും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉത്തരം കാണുക, അതിനുശേഷം മാത്രമേ ഞാൻ ഉത്തരം പറയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇതിനെ പറ്റിയുള്ള അറിവുണ്ട് എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആറ്റം കണ്ടുപിടിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ. രണ്ടാമത്തെ ചോദ്യം, ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏത്? ന്യൂട്രോൺ. മൂന്നാമത്തെ ചോദ്യം, ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങൾ അറിയപ്പെടുന്ന പേര്? ന്യൂക്ലിയോണുകൾ. നാലാമത്തെ ചോദ്യം, ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആര്? ഓസ്റ്റ്വാൾഡ്. അഞ്ചാമത്തെ ചോദ്യം, ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായ കണം? ഇലക്ട്രോൺ. ആറാമത്തെ ചോദ്യം, പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? കണാദമുനി. 7, എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? നമുക്ക് ഇക്വേഷൻ അറിയാം, 2n². എന്നിന്റെ വില 4 ആണ്. 4 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 32. എട്ടാമത്തെ ചോദ്യം, ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് ആര്? നീൽസ് ബോർ. ഒൻപതാമത്തെ ചോദ്യം, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര്? നമ്മുടെ കോഡ് ഓർത്താൽ മതി, പെൻ RTC. അപ്പൊ എന്നിന് നേരെ സി. ആരാണ് വരുന്നത്? ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. പത്താമത്തെ ചോദ്യം, അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ. ആറ്റത്തിലെ സൗരയുധ മാതൃക ആവിഷ്കരിച്ചത് ആര്? റൂദർഫോർഡ്. 12ാമത്തെ ചോദ്യം, ആറ്റത്തിലെ 3 കണങ്ങൾ ഏതെല്ലാം? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. 13ാമത്തെ ചോദ്യം, ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേര്? ന്യൂക്ലിയസ്. 14ാമത്തെ ചോദ്യം, ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഏത്? ഇലക്ട്രോൺ. 15ാമത്തെ ചോദ്യം, എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? ഓർക്കുക, 2n². എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. ഉത്തരം 8. 16ാമത്തെ ചോദ്യം, ആറ്റത്തിന് പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചത് ആര്? JJ തോംസൺ. 17ാമത്തെ ചോദ്യം, ന്യൂക്ലിയോണുകൾ എന്നറിയപ്പെടുന്ന കണങ്ങൾ ഏതെല്ലാം? പ്രോട്ടോണും ന്യൂട്രോണും. 18ാമത്തെ ചോദ്യം, ആറ്റത്തിലെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം എത്രയാണ്? 10⁻⁻5 മടങ്ങ് കുറവ്. 19ാമത്തെ ചോദ്യം, ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ അറിയപ്പെടുന്ന പേര്? അറ്റോമിക നമ്പർ. 20ാമത്തെ ചോദ്യം, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര്? ഓർക്കുക, പെൻ RTC. ഈയുടെ നേരെ ടി തോംസനെ സൂചിപ്പിക്കുന്നു, JJ തോംസൺ.
21ാമത്തെ ചോദ്യം, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര്? റൂദർഫോർഡ്. 22ാമത്തെ ചോദ്യം, ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്ന പേര്? ഓർബിറ്റ് അഥവാ ഷെൽ. 23ാമത്തെ ചോദ്യം, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തിന്റെ ആകെ തുക അറിയപ്പെടുന്ന പേര്? മാസ് നമ്പർ. ആറ്റത്തിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അവതരിപ്പിച്ചത് ആര്? ഹെയ്സൻബർഗ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ആറ്റത്തിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആവിഷ്കരിച്ചത് ഹെയ്സൻബർഗ്. 25ാമത്തെ ചോദ്യം, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആര്? ഓർക്കുക, പെൻ RTC, പിയുടെ നേരെ ആർ. ആര്? റൂദർഫോർഡ്. 26ാമത്തെ ചോദ്യം, ആറ്റത്തിന്റെ വേവ് മെക്കാനിക്കൽ മോഡൽ ആവിഷ്കരിച്ചത് ആര്? മാക്സ് പ്ലാങ്ക്. ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തിങ്ക് ലേണേഴ്സിന്റെ ക്ലാസ്സുകൾ ആദ്യമേ തന്നെ ലഭിക്കുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.